ലഹരിയുടെ വിഷയത്തിൽ ലഹരി ഒട്ടും പാടില്ല എന്നിടത്തേക്ക് നമ്മുടെ നയം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. കൂടുതലായി ഉപയോഗിച്ചാൽ മത്താകുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ചുരുങ്ങിയ അളവിൽ ഉപയോഗിച്ചാലും അത് നിഷിദ്ധമാകുന്നു എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മുടെ നാട്ടിലുള്ള മദ്യനയം എന്താ? കള്ള്. എന്തിനാ? അത് കള്ള് ആവശ്യമാണ് എന്നാണ്. എന്തിനാ കാരണം പറയുന്നത്? കഞ്ചാവിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ. കുറച്ചു കാലം അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. എന്താ കാര്യം? അത് MDMA ആളുകാർ പോകാതിരിക്കാൻ. അങ്ങനെ കുറച്ചു കാലം പോയി. ഇപ്പൊ പറയുന്നത് എന്താ? MDMA ലീഗലൈസ് ചെയ്യണം. എന്താ? അതിനേക്കാളും വലിയ രാസലഹരികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു വര ചെറുതാക്കാൻ എന്ത് ചെയ്യുക? അതിന്റെ അടുത്ത് വലിയൊരു വര ഇടുക. അത് മായ്ക്കല്ല ചെയ്യണത്, വലിയൊരു വര ഇടുക. അത് ചെറുതാക്കാൻ അതിലും വലിയൊരു വര ഇടുക. അത് ചെറുതാക്കാൻ അതിലും വലിയൊരു വര ഇടുക. ആ വര ഏതുവരെ പോകും? പിന്നെ എങ്ങനെ ഈ ലഹരിയുടെ വേര് നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റുക? ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വീട്ടിനുള്ളിൽ ആകാം, അതാണ് ചില ആൾക്കാർ പറയുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നത് വീട്ടിനുള്ളിലും പാടില്ല, അങ്ങാടിയിലും പാടില്ല, ടൂർ പോകുമ്പോഴും പാടില്ല, പാർട്ടി സമ്മേളനങ്ങളിലും പാടില്ല, എവിടെയും പാടില്ല. എവിടെയും പാടില്ല, ഒരു തുള്ളിയും പാടില്ല. ഈ നിലപാടിലേക്ക് വന്നാൽ മാത്രമേ ലഹരിയുടെ അടിവേര് കൊത്തിയെറുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. മദ്യമെന്നും രാസലഹരി എന്നും വേർതിരിച്ച് രണ്ടായി കാണേണ്ടതില്ല. എല്ലാം നിഷിദ്ധമാണ്. അതെല്ലാം ഉമ്മുൽ ഖബായിസാണ്. അത് തിന്മയുടെ മാതാവാണ്.